എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സുകളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ സുഖമില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അസുഖമൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മൾ അസുഖമൊക്കെ മാറിയിട്ട് വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ ഡെയിലി 2 ക്ലാസ് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ 7 മണിക്ക് മാത്സിൻ്റെ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ, അതുപോലെ 9 മണിക്ക് PSCയുടെ ക്ലാസ്സും നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത്, നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസ് വരാൻ പോവുകയാണ്, LDC LGS മെയിൻസ് വരാൻ പോവുകയാണ്. അപ്പോൾ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അതൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഒത്തിരി പേര് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനായാലും LDC LGS മെയിൻസിനായാലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് വർത്തമാന പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും. ഓക്കെ, അപ്പോൾ ഒത്തിരി പത്രങ്ങൾ പഠിക്കാനുണ്ട്, അതിൻ്റെ സ്ഥാപകരെ പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ഓർത്ത് വെക്കാനുള്ള ചെറിയ ചെറിയ കോഡുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇവിടെ നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കോഡുകളും പറയാം. നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഓർത്ത് വയ്ക്കാം. ഇതിൽ നല്ല കോഡ് അറിയുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യാം. അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് സമ്പാദ് കൗമുദി. ഓക്കെ, സമ്പാദ് കൗമുദി എന്ന് പറയുന്ന പത്രം ആരാണ് സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, രാജാറാം മോഹൻ റോയ് ആണ് സമ്പാദ് കൗമുദി സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സമ്പാദ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് സമ്പാദിക്കുക എന്നെടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് സമ്പാദിക്കാനായിട്ട് എല്ലാവർക്കും മോഹമാണ് അല്ലേ. മോഹം ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, സമ്പാദിക്കാനായിട്ട് മോഹമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയ്. മോഹം കിട്ടിക്കഴിഞ്ഞാൽ മോഹൻ റോയ് കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ സമ്പാദ് കൗമുദി, സമ്പാദിക്കാൻ മോഹമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയ്. ഓക്കെ, അപ്പോൾ സമ്പാദ് മോഹനുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അടുത്തത് നോക്കാം. പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ. ഓക്കെ, പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ 2 പത്രവും ആരാണ് സ്ഥാപിച്ചത്? സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദനാണ് പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ ഇത് രണ്ടും സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കാനായിട്ട് ഇവിടെ നോക്കാം. പ്രബുദ്ധ ഭാരത് അല്ലേ. അപ്പോൾ ബുദ്ധ എന്നുള്ളതിൽ നിന്നും ബുദ്ധി എടുക്കാം, ഉദ്ബോധൻ എന്നുള്ളതിൽ നിന്നും ബോധം എടുക്കാം. അപ്പോൾ ബുദ്ധി ബോധം എന്നൊക്കെ പറയുന്നത് വിവേകവുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. വിവേകം ബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നല്ലേ, ബോധം. അപ്പോൾ വിവേകം ബുദ്ധി ബോധം ഇതൊക്കെ ഏകദേശം ഒരുപോലെയല്ലേ കിടക്കുന്നത്. അപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. ബുദ്ധിയും ബോധവും വിവേകവും ഇതെല്ലാം വേണം ഒരാളായി കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ സ്വാമി വിവേകാനന്ദൻ കണക്ഷൻ കിട്ടുമല്ലോ. പ്രബുദ്ധ ബുദ്ധിയായിട്ട് കണക്ട് ചെയ്യുക, ഉദ്ബോധൻ ബോധം. അപ്പോൾ ബുദ്ധി ബോധം വിവേകം. അപ്പോൾ ഇത് മൂന്നുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ സ്വാമി വിവേകാനന്ദൻ കിട്ടുമല്ലോ. അടുത്തത് നോക്കുക. യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ നവജീവൻ. എന്തൊക്കെയാണ്? യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ നവജീവൻ. ഇത്രയും പത്രങ്ങൾ സ്ഥാപിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, മഹാത്മാഗാന്ധി. അപ്പോൾ ഇത് കിട്ടാനായിട്ട് യങ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലെ യങ്സ്റ്റേഴ്സിനെ ഓർക്കാം അല്ലേ. അപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഹരിജൻസ് ആയിക്കോട്ടെ, ഇന്ത്യൻ ഒപ്പീനിയൻ നവജീവൻ അല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് ഒരു പുതുജീവൻ നൽകിയത് ആരാണ്? മഹാത്മാഗാന്ധിജിയാണ് അല്ലേ. നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്ന് നമുക്കൊക്കെ ഒരു പുതുജീവൻ നവജീവൻ നൽകിയത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ യങ്സ്റ്റേഴ്സിനായിക്കോട്ടെ, ഹരിജൻസിനായിക്കോട്ടെ, ഇന്ത്യൻ ഒപ്പീനിയൻ അതെടുക്കാനായിട്ട് ഇന്ത്യൻസ് പൊതുവെ മൊത്തത്തിൽ ഇന്ത്യൻ എന്നുള്ളത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യയുടെ യങ്സ്റ്റേഴ്സിന് ഹരിജൻസിന് ഒക്കെ ആയിക്കോട്ടെ നവജീവൻ ഒരു പുതുജീവൻ നൽകിയത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് അല്ലേ. അപ്പോൾ അത് ആ പേരിൽ നിന്നൊക്കെ തന്നെ നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ ഓക്കെ ഇന്ത്യയിലെ യങ്സ്റ്റേഴ്സിന് ഹരിജൻസിന് എല്ലാവർക്കും നവജീവൻ അല്ലേ പുതുജീവൻ നൽകിയത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാലോ. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കോളും. അടുത്തത് കേസരി മറാത്ത ഈ 2 പത്രങ്ങൾ സ്ഥാപിച്ചത്
ബാലഗംഗാധര തിലകാണ്. ഓക്കെ, ബാലഗംഗാധര തിലകാണ് കേസരി, മറാത്ത ഈ 2 പത്രവും സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് കേസരിയും ഉണ്ട്, മറാത്തയുണ്ട് അല്ലേ. അപ്പോൾ ഈ ബാലഗംഗാധര തിലക് എന്നുള്ളതിൽ നിന്നും ബാല എന്നെടുത്താൽ ബാലൻ അല്ലേ, ബാലൻ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളാണ് അല്ലേ, ആൺകുട്ടികളാണ്. അപ്പോൾ ബാലന്മാർക്കൊക്കെ അവർ മറക്കാത്ത ഒരു സ്വീറ്റാണ് കേസരി അല്ലേ. നമ്മൾ പണ്ടൊക്കെ ഏതൊക്കെയോ വീഡിയോയിൽ നമ്മൾ ഈ കേസരിയും ബാലന്മാരുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, മലയാളത്തിൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ബാലഗംഗാധര തിലകാണ്. അപ്പോൾ ബാലന്മാർക്കൊക്കെ അവർ മറക്കില്ല അല്ലേ, മറക്കാത്തൊരു സ്വീറ്റാണ് എന്ത്, കേസരി. കേസരി എന്ന് പറയുന്നത് ബാലന്മാരൊന്നും ഒരിക്കലും മറക്കില്ല എന്നുള്ള രീതിയിൽ, മറാത്ത കിട്ടുമല്ലോ. അപ്പോൾ ബാലന്മാർ ഒരിക്കലും മറക്കാത്ത ഒരു സ്വീറ്റാണ് കേസരി എന്ന് പറയുന്നത്. അപ്പോൾ കേസരിയും മറാത്തയും ബാലഗംഗാധര തിലകുമായിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല കോഡ് നിങ്ങൾക്ക് അറിയെങ്കിൽ അത് വെച്ച് പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇതൊന്ന് ഓർത്ത് നോക്കുക. അടുത്തത് ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് ഈ 2 പത്രവും സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് ഇത് 2ഉം സ്ഥാപിച്ചത് ആരാണ്? ആനി ബസന്റ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് ആനി ബസന്റ് ആണ് അല്ലേ, ബസന്റ്. അപ്പോൾ ബസന്റ് എന്ന് പറയുമ്പോൾ ബസ് എടുക്കാമല്ലോ അല്ലേ, അതിൽ നിന്ന് ബസ് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ബസ്സിൻ്റെ വീല് അല്ലേ, കോമൺ വീൽ എന്നുണ്ടല്ലോ. അപ്പോൾ ബസ്സിൻ്റെ വീൽ എന്ന് പറയുന്നത് പുതിയതാണ്, ന്യൂ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ബസ്സിൻ്റെ വീൽ എന്താണ്? പുതിയതാണ്, ന്യൂ ആണ്. അപ്പോൾ ന്യൂ ഇന്ത്യ, കോമൺ വീൽ, ആനി ബസന്റ് ആണ് സ്ഥാപിച്ചതെന്ന് കിട്ടും. ഓക്കെ, ബസ്സിൻ്റെ വീല് ന്യൂ ആണ്. ഓക്കെ, അപ്പോൾ ന്യൂ ഇന്ത്യ, കോമൺ വീൽ, ആനി ബസന്റ് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, കോഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അടുത്തത് നോക്കുക, ഹിന്ദു എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് സുബ്രഹ്മണ്യ അയ്യരാണ്. ഓക്കെ, സുബ്രഹ്മണ്യ അയ്യരാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് ഹിന്ദു എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ അയ്യറാണ് അല്ലേ, സുബ്രഹ്മണ്യ അയ്യർ എന്നൊക്കെ പറയുമ്പോഴത്തേന് നമുക്ക് അമ്പലവും അങ്ങനെയൊക്കെ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ, അയ്യർ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അത് ഹിന്ദു ആണ്, ആ ഒരു രീതിയിൽ ആ പേരിൽ നിന്നൊരു കണക്ഷൻ കിട്ടില്ലേ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഹിന്ദു, അപ്പോൾ സുബ്രഹ്മണ്യ അയ്യർ എന്നൊക്കെ പറയുമ്പോഴത്തേന് അയ്യർ അമ്പലമൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ ഹിന്ദു അതൊന്ന് കിട്ടും കേട്ടോ, പേരിൽ നിന്ന് തന്നെ കിട്ടാനായിട്ടൊന്ന് ശ്രമിക്കുക. അടുത്തത് ബംഗാൾ ഗസറ്റ് സ്ഥാപിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഓക്കെ, ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് ഇവിടെ അഗസ്റ്റസ് ഉണ്ട് അല്ലേ, അപ്പോൾ ഇവിടെ ഗസ്റ്റ, ഇവിടെ ഗസറ്റ് ഏകദേശം ഒരുപോലെ ഇല്ലേ കാണുമ്പോൾ, ഗസറ്റ് ഗസ്റ്റ ആ ഒരു പേരിൻ്റെ കണക്ഷൻ വെച്ചിട്ട് പഠിച്ചൂടെ. ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി അല്ലേ, ഗസറ്റ് അഗസ്റ്റസ് ആ പേര് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അടുത്തത് ലീഡർ എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യ ആണ് കേട്ടോ. മദൻ മോഹൻ മാളവ്യ ആണ് ലീഡർ എന്ന് പറയുന്ന പത്രം സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് ലീഡറാണ് അല്ലേ. അപ്പോൾ ഇവിടെ മോഹൻ എന്നുണ്ട് അല്ലേ, മോഹൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മോഹൻലാലിനെ ഓർക്കാം. മോഹൻലാൽ മിക്ക സിനിമയിലും ഏതെങ്കിലും ഒരു ഗ്യാങ്ങിൻ്റെ ലീഡറൊക്കെ ആയിട്ട് അഭിനയിക്കാറുണ്ട് അല്ലേ, അപ്പോൾ മോഹൻലാൽ ലീഡർ എന്നുള്ള രീതിയിൽ ഓർത്തെടുക്കാലോ. ഓക്കെ, ഒരു ഗ്യാങ്ങിൻ്റെ ലീഡർ ആയിരിക്കും അല്ലേ മിക്കവാറും. അപ്പോൾ നായകന്മാർ ഹീറോ അല്ലേ എപ്പോഴും ലീഡറായിട്ടുണ്ടാവുക. അപ്പോൾ മോഹൻലാൽ ലീഡറൊക്കെ ആയിട്ടുള്ള ക്യാരക്ടറൊക്കെയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കുക. അപ്പോൾ ലീഡർ എന്ത് കിട്ടും? മദൻ മോഹൻ മാളവ്യ കിട്ടുമല്ലോ. അടുത്തത് നോക്കുക, അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷാണ്. ഓക്കെ, ശിശിർ കുമാർ ഘോഷാണ് അമൃത ബസാർ പത്രികയുടെ സ്ഥാപകൻ. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് അമൃത ബസാർ പത്രിക എന്നുണ്ട് അല്ലേ. അപ്പോൾ പത്രിക നമുക്ക് കത്രികയായിട്ടൊന്ന് കണക്ട് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. കത്രിക പറയുമ്പോൾ ഒരുപോലെ ഇല്ലേ. അപ്പോൾ പത്രികയെ കത്രികയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശിശിറിനെ സിസറായിട്ട് എടുത്തൂടെ. കത്രിക എന്ന് പറയുമ്പോൾ സിസർ, ആ ഒരു രീതിയിൽ കണക്ഷൻ കിട്ടില്ലേ. ശിശിർ സിസറുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക, കത്രിക. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാനായിട്ട് കിട്ടും എന്നുള്ളത് നോക്കാം കേട്ടോ. അമൃത ബസാർ പത്രിക കിട്ടും, കത്രികയായിട്ട് ഓർക്കുക. ശിശിർ കുമാർ ഘോഷ് സിസർ അല്ലെ, കത്രികയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു പേരിൽ വെച്ചിട്ട് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അടുത്തത് നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ അതും നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. നാഷണൽ, ഇവിടെ നായുണ്ട്, ഇവിടെ ഹെറാൾഡ് ഉണ്ട് അല്ലേ, ഹ റ അല്ലേ. ഇവിടെ നോക്കൂ, നെഹ്റുവിലും അതൊക്കെ തന്നെ ഉള്ളത് ന ഹ റ അല്ലേ. അപ്പം നെഹ്റുവിൻ്റെ
നെഹ്റു എന്നുള്ളതിൽ നായും ഹായും റായും ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അല്ലേ. അപ്പം നെഹ്റു, നാഷണൽ ഹെറാൾഡ് നെഹ്റു, ഹെറാൾഡ് നെഹ്റു, നാഷണൽ ഹെറാൾഡ് നെഹ്റു കിട്ടുമല്ലോ. അതൊന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്തത് നേഷൻ. നേഷൻ എന്ന് പറയുന്ന പത്രത്തിൻ്റെ സ്ഥാപകനാണ് ഗോഖലെ. ഓക്കെ, ആരാണ്? ഗോഖലെയാണ്. അപ്പം നേഷൻ ഗോഖലെ. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് പ്രത്യേകിച്ച് വേറെ കോഡൊന്നും കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നേഷൻ ഗോഖലെ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഇത്രയും ഓർത്തിരിക്കുക. ഓക്കെ, കണക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിൽ നല്ല കോഡ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് ഉപയോഗിച്ച് പഠിക്കുക കേട്ടോ. അടുത്തത് നോക്കുക, ദ ബംഗാളി. ദ ബംഗാളി എന്ന് പറയുന്ന പത്രത്തിൻ്റെ സ്ഥാപകനാണ് സുരേന്ദ്രനാഥ ബാനർജി. സുരേന്ദ്രനാഥ ബാനർജി. അപ്പോൾ ഇതെങ്ങനെയാണ് ഓർത്തിരിക്കാം? ഇവിടെ ബാനർജി ഉണ്ടല്ലേ, ബാനർജി. അവിടെ എനർജി എന്നുള്ളതിൽ നിന്ന് നമുക്ക് എനർജി എടുത്തൂടെ? ബാനർജി എനർജി ആയിട്ട് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഭയങ്കര എനർജിയാണ്. ആർക്കാണ് ഭയങ്കര എനർജി? ബംഗാളി അല്ലേ. ബംഗാളികൾ നമ്മുടെ നാട്ടിലുള്ളവർ പണിയെടുക്കുന്നതിനേക്കാളും വളരെ എനർജിയോട് കൂടിയിട്ട് ആര് പണിയെടുക്കും? ബംഗാളികൾ പണിയെടുക്കും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ കണക്ഷൻ കൊടുക്കുക. ബംഗാളികൾക്കൊക്കെ എന്താണ്? ഭയങ്കര എനർജിയാണ്. അപ്പോൾ ബാനർജി കിട്ടുമല്ലോ അല്ലേ. ചെറിയൊരു കണക്ഷൻ കൊടുക്കാനായിട്ട് നോക്കുക. വേറെ കോഡൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. സോ ദ ബംഗാളി പത്രം ആരാണ് സ്ഥാപിച്ചത്? സുരേന്ദ്രനാഥ ബാനർജി. ബംഗാളികൾക്കൊക്കെ ഭയങ്കര എനർജിയാണ്. ബാനർജി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അടുത്തത് വന്ദേ മാതരം. വന്ദേ മാതരം ആരാണ് സ്ഥാപിച്ചത്? ലാലാ ലജ്പത് റായ് ആണ്. ഓക്കെ, വന്ദേ മാതരം ലാലാ ലജ്പത് റായ് ആണ്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് ഇവിടെ ലാല ഉണ്ടല്ലേ. അപ്പോൾ നന്ദലാല എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലേ, നന്ദലാല. അപ്പോൾ അതിന് പകരം ഇവിടെ വന്ദേ ആണ്. വന്ദലാല അല്ലേ, വന്ദലാല. ആ ഒരു പാട്ടുമായിട്ടൊരു കണക്ഷൻ കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. വേറെ കോഡൊന്നും കിട്ടിയില്ല. വന്ദേ മാതരമാണ്. അപ്പോൾ വന്ദലാല, നന്ദലാലേനെ വന്ദലാലയാക്കിയിട്ട് മാറ്റാം. അപ്പോൾ വന്ദേ മാതരം ലാലാ ലജ്പത് റായ് ആണെന്നുള്ളത് കിട്ടും എന്ന് വിചാരിക്കുന്നു. നോക്കാം കേട്ടോ. അടുത്തത് അൽ ഹിലാൽ. അൽ ഹിലാൽ എന്ന് പറയുന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ മൗലാന അബുൽ കലാം ആസാദ് ആണ്. ഓക്കെ, അപ്പോൾ അൽ ഹിലാൽ മൗലാന അബുൽ കലാം ആസാദ്. അത് കണക്ഷൻ കിട്ടാനായിട്ട് ഇവിടെ ലാൽ ഉണ്ടല്ലേ, ലാൽ ഉണ്ട്. അപ്പോൾ മോഹൻലാലുമായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഇവിടെ മൗല എന്നുണ്ട്, മൗല, മോഹൻലാൽ മൗല. ആ ഒരു കണക്ഷൻ കിട്ടും. ഇവിടെ ലാലും ഇവിടെ മൗല, മോഹൻലാലും ആയിട്ടൊരു കണക്ഷൻ കൊടുക്കാനായിട്ട് നോക്കാം. പേര് പറയുമ്പോൾ ഒരുപോലെ ഇല്ലേ, അൽ ഹിലാൽ. ഇവിടെ ലാലുണ്ട്. മൗലാന, മൗല, മൗല എന്ന് പറയുമ്പോൾ മോഹൻലാൽ ആ പറയുന്നൊരു പോലെ ഇല്ലേ. അപ്പോൾ മൗലായും ലാലും ആയിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. വേറെ കോഡൊന്നും കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് ബോംബെ സമാചാർ. ബോംബെ സമാചാർ എന്ന് പറയുന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ഫർദുൻജി മർസ്ബാൻ ആണ് കേട്ടോ. ഫർദുൻജി മർസ്ബാൻ ആണ്. അപ്പോൾ ബോംബെ സമാചാർ ഫർദുൻജി മർസ്ബാൻ. അതിന് വല്ല കോഡ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വേറെ കോഡൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. അടുത്ത നോക്കാം, വോയിസ് ഓഫ് ഇന്ത്യ. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് വോയിസ്, വോയിസ് എന്നുള്ളതിൽ നിന്ന് വയസ്സ് ഓർക്കുക അല്ലേ. അപ്പോൾ ദാദാഭായ് നവറോജി നമുക്കറിയാം ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നാണ് അറിയപ്പെടുന്നത്. വയോധികൻ അല്ലേ, വയസ്സായ എന്നുള്ള അർത്ഥമല്ലേ. അപ്പോൾ വോയിസ് വയസ്സുമായിട്ട് കണക്ട് ചെയ്താൽ ദാദാഭായ് നവറോജി കിട്ടും അല്ലേ. വയോധികൻ, വയസ്സ്, ആ ഒരു കണക്ഷൻ കൊടുക്കാമല്ലോ. അപ്പോൾ വോയിസ് ഓഫ് ഇന്ത്യ, ഓക്കെ, വയസ്സ് അതുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ ദാദാഭായ് നവറോജി കിട്ടിക്കോളും. അടുത്തത് ഷോം പ്രകാശ്. ഷോം പ്രകാശ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ, ഷോം പ്രകാശ് എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. അപ്പോൾ ഇവിടെ ഷോം പ്രകാശ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പ്രകാശമുണ്ട്. പ്രകാശം, ഈശ്വരൻ, ഈശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് പ്രകാശം നൽകുന്നുണ്ട് അല്ലേ. അതുപോലെ ചന്ദ്രൻ പ്രകാശം നൽകുന്നുണ്ട്. വിദ്യ അല്ലെ, വിദ്യ നമുക്ക് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ ഒരു പ്രകാശം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു പ്രകാശമായിട്ട് കണക്റ്റഡ് ആണ് ഇവിടെയുള്ള എല്ലാ വേർഡ്സും. സാഗർ, കടലാണെങ്കിലും പ്രകാശമൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഷോം പ്രകാശ് നമുക്ക് പ്രകാശം കാണിച്ചു തരുന്ന ആളുകളൊക്കെയാണ് ഈശ്വരൻ, ചന്ദ്രൻ, വിദ്യ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു പേര് വെച്ചിട്ട് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, ഷോം പ്രകാശ്, പ്രകാശമായിട്ടൊന്ന് കണക്ട് ചെയ്യാലോ. ഓക്കെ, കിട്ടില്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വർത്തമാന പത്രങ്ങളും അവയുടെ സ്ഥാപകരും. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ കോഡും കണക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് കിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ല കോഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.